ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ചയല്ലേ, പള്ളിയിൽ പോയാലോ? കം വിത്ത് മീ ടു വിസിറ്റ് ചർച്ച് ഇൻ സൗത്ത് ആഫ്രിക്ക. യെസ് ഗൈസ്, അപ്പം നമ്മളിന്ന് പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അതിനു മുന്നേ ഈ സാധനം എത്ര പേരുടെ കയ്യിലുണ്ട്? ഞാൻ ഡെയിലി ഇത് നോക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് വായിച്ച സാധനം നിങ്ങളെ കൂടെ കാണിക്കാൻ നോക്കും. ഇൻ ടു യുവർ ഹാൻഡ്സ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്, റെഡീം മീ ഓ ലോർഡ് ദ ഗോഡ് ഓഫ് ട്രൂത്ത്. ഇതാണ് ഇന്ന് എനിക്ക് കിട്ടിയ വചനം. നിങ്ങൾ ഡെയിലി ഇങ്ങനെ നോക്കുന്നവരാണോ? അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിയിൽ പോവാം. പള്ളിയിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് വന്നേക്കണേ. യൂഷ്വൽ ടോപ്പ് ആൻഡ് ജീൻസ് ആണ്. നമുക്ക് പള്ളിയിൽ പോവാം. അപ്പം നമ്മൾ കുർബാനയ്ക്ക് എത്തിയപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് കുർബാനയിൽ ഈ വർഷം കാറ്റഗിസം പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ അവരെയൊക്കെ ഫ്രണ്ടിൽ വിളിച്ച് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു പരിപാടി ഇന്ന് കുർബാനയുടെ ഇടയിലുണ്ടായിരുന്നു. ഇത്രയും പേരെ സെലക്ട് ആയിട്ടുണ്ടായി. നമ്മളവരെ കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറെ എനിക്കൊരു പ്രത്യേകത, ഇവിടെ കുർബാന തരണത് നമ്മുടെ നാട്ടിലൊക്കെ അച്ഛന്മാരും സിസ്റ്റർമാരും മാത്രമല്ലേ കുർബാന തരാറുള്ളൂ. ഇവിടെ അങ്ങനെ അല്ല കേട്ടോ. ഇവിടെ പള്ളി തന്നെ സെലക്ട് ചെയ്യുന്ന കുറച്ചധികം കല്യാണം കഴിഞ്ഞവരൊക്കെ അവർ തന്നെ നമുക്ക് കുർബാന തരും. അതൊരു ഡിഫറെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പം പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞു. സാധാരണ ലാറ്റിൻ കാത്തലിക് കുർബാനയായിരുന്നു, നാട്ടിലുള്ള പോലെയൊക്കെ തന്നെ. എൻ്റെ നാട്ടിലൊക്കെയും അൾത്താര ബാലകന്മാരെ ഉണ്ടാവാറുള്ളൂ. ഇവിടെ അൾത്താര ബാലികമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ കുർബാന കഴിഞ്ഞു. ഞാനപ്പം കുർബാന കഴിഞ്ഞിട്ട് പള്ളിയുടെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാനായിട്ട്. ഒരു ചർച്ച് ടൂർ പോലെയൊക്കെ. എപ്പോഴും കുർബാന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്ത് പോകുന്നത് പതിവുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ നമ്മൾ 2 റാൻഡ്, അതായത് നാട്ടിൽ 10 രൂപയുടെ നമുക്ക് ഒരു മെഴുകുതിരി എടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് മെഴുകുതിരിയൊക്കെ കത്തിക്കാറുണ്ട്. പിന്നെ നേർച്ചയൊക്കെ ഇട്ടു. പിന്നെയും കുറച്ച് എന്താ പറയുക, ആൾത്താരയുടെയും പള്ളിയുടെയൊക്കെ വീഡിയോസ് ആയിരുന്നു. കുർബാന കഴിഞ്ഞ് മിക്ക ആൾക്കാരും അച്ഛനെ കണ്ട് ആശീർവാദം മേടിക്കാൻ നിൽക്കും കേട്ടോ. അങ്ങനെയുള്ളവരാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് പള്ളിയിൽ ചായ അങ്ങനത്തെ കുറേ സ്നാക്സൊക്കെ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇതാണ് പള്ളിയുടെ പുറത്തു നിന്നുള്ള കാഴ്ച. അപ്പോൾ അത്രയേ ഉള്ളൂ. കുർബാന കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ വന്നതിന് പിന്നെ മിക്ക ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോകാറുണ്ട്. അതൊരു വലിയ ബ്ലെസ്സിങ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.